ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന കാര്യങ്ങൾ ചില ടൈം ചെയ്തെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാറുണ്ട്. അങ്ങനെ എന്നാട്ടോ ഇത് ഈ കാണുന്നതായിരുന്നു റഫറൻസ്, ഒരു ഹാർട്ട് ഷേപ്പിലുള്ള പോംപോ കീ ചെയിൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കീ ചെയിൻ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്ത് തീരുന്നൊക്കെ ആയിരുന്നു. പക്ഷെ വിചാരിച്ച അത്ര ഈസി ആയിരുന്നില്ല കേട്ടോ. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കുളമായിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വൂളൻ ത്രെഡ് റോൾ ചെയ്തിട്ട് മിഡിലൊരു കെട്ടിടണം, എന്നിട്ട് അതിനൊരു ബോൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ മിഡിലിട്ട കെട്ട് എന്നോട് ഈ കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ കട്ട് ചെയ്ത് പോയി. അതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ അഴിഞ്ഞിട്ട് കയ്യിൽ വന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്തായാലും കൊളായി. എന്നാൽ പിന്നെ അടുത്തതിൽ പിടിക്കാമെന്ന് കരുതി ഇതാ വീണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ 2 ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ട് ഒന്നിച്ചൊട്ടിച്ച് കൊടുക്കാം. പിന്നെ ഒരു പേപ്പറിൽ ഇതുപോലൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിനെ ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ വീണ്ടും ഒരു ബോൾസ് ഉണ്ടാക്കിയിട്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ട്രൈക്കൊടുവിലാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായത്. ഇത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ബാർബർ ഷോപ്പിൽ നിന്ന് മുടി വെട്ടുന്നൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ മസ്റ്റായിട്ട് വേണ്ടുന്നത് ഒരു മൂർച്ചയുള്ള കത്രികയാണ്. അതില്ലാന്ന് വെച്ചാൽ എന്നെപ്പോലെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാലും ഫൈനൽ ലുക്ക് ഏകദേശം ആ ഒരു റെഫറൻസ് പോലെ ആക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.